ഹലോ, വെൽക്കം ടു നെക്സ്റ്റ് ക്ലാസ്. നമ്മളിവിടെ നിന്ന് ഇത് ഒരു ക്ലാസ് 10th സിലബസ് തന്നെയാണ്. പ്ലാസ്റ്റിക് കൈലെ ഗുട്ട്ലി തോ പരായി ഹെ, കനക് ശശിയുടെ ഒരു കഹാനിയാണ്. ഓക്കെ, യൂ തോ ബഡി ബുവ ഗുട്ട്ലി കോ അച്ഛി ലഗ്തി ഹെ. യൂ തോ ബഡി ബുവ, അച്ഛൻ്റെ മൂത്ത പെങ്ങളെയാണ് ബഡി ബുവ എന്ന് പറയുന്നത്. ബുവ എന്ന് പറയുന്നത് അച്ഛൻ്റെ പെങ്ങൾ. അപ്പോൾ അവൾക്ക് യൂ തോ ബഡി ബുവ ഗുട്ട്ലി കോ അച്ഛി ലഗ്തി. ഗുട്ട്ലിക്ക് ബഡി ബുവനെ ഇഷ്ടമാണ്. पर उनसे बात करना उसे कुछ खास पसंद नहीं. പക്ഷേ വർത്താനം പറയാൻ വലിയ ഇഷ്ടമില്ല. वैसे बातें अगर खाने की या उनके बचपन की हो तो ठीक है, पर नसीहतें उफ. ऐसे बातें अगर खाने की हो या उनके बचपन की हो, എല്ലാം കഴിക്കേണ്ട കാര്യം തിന്നേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെ ചെറുപ്പത്തിലെ കാര്യമൊക്കെ ആണെങ്കിൽ രസമുണ്ട് കേൾക്കാം. നമുക്ക് പ്രായമായ മനുഷ്യരങ്ങനെയല്ല. പക്ഷെ ഉപദേശങ്ങൾ പറയാൻ തുടങ്ങിയാലോ ഓഫ്, അതൊരു സുഖമില്ല. ऐसा मत करो, ऐसे पट मत बोलो, ऐसे धम मत चलो. നമ്മളും അങ്ങനെ പറയില്ല പിള്ളേരോട്, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, ഇത്രയും കൂടുതൽ സംസാരിക്കരുത്, ഇങ്ങനെ धम मत चलो, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി നടക്കരുത്. एक दिन गलती से उसने पूछ ही लिया क्यों, तो बस शुरू हो गई. अरे छोरी, लोग नाम तो तेरी माँ को ही रखेंगे, कहेंगे कुछ सिखाया ही नहीं, ऐसे ही करेगी क्या अपने घर जाकर. അപ്പോൾ ഒരു ദിവസം തിരിച്ചങ്ങ് ചോദിച്ചു പോയി. ഏതും ഗൾത്തി സെ ഉസ്നെ പൂച്ചിയില്ല ക്യോ. ഒരു ദിവസം തിരിച്ചു പോയി, നടക്കരുത്, ഇങ്ങനെ മിണ്ടരുത്, ഇങ്ങനെ വർത്താനം പറയരുത്, ഇങ്ങനെ ബഹളം വെക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം ചോദിച്ചു എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു, നിന്റെ അത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അരെ ചൊരി കൊച്ചി ലോക് നാം തോ തെരി, നിന്റെ അമ്മ തന്നെ ആൾക്കാർ പറയുള്ളൂ. കുച്ച് പഠായാ നീ കുച്ച് സിഖായാ നീ, ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല എന്ന് തെരലിനോടത്ത് പറയുള്ളൂ. ഗുട്ട്ലി ബോലി അപ്നാ ഘർ യഹി തോ ഹൈ മേരാ ഘർ ജഹാ മേ പൈദാ ഹുയി. അപ്പോൾ അപ്നാ ഘർ, ഇത് തന്നെ എന്റെ വീട്. അപ്നാ ഘർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് തന്നെ എന്റെ വീട്, ഇവിടെയാണ് ഞാൻ ജനിച്ചേക്കുന്നത്. ബുവാ ഹസ്കെ ബോലി അരി बेवकूफ, यह घर तो पराया है, ബാക്കി ലड़कियों की तरह तू भी किसी और की अमानत है. അപ്പോൾ ഇത് നിന്റെ വീടല്ല, ഇത് നിനക്ക് ഇതിന്ന് ഈ വീട് വിട്ടു പോവാനുള്ളതാണ്. ബാക്കി ലड़कियों की तरह तू भी किसी और की अमानत है, നീ വേറെ ആരെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഇതാന്ന് പറയും, അമാനത്താന്ന് പറയും. സൂക്ഷിച്ചു വെക്കണം, നിന്നെ ആരെങ്കിലും കൊടുക്കാനുള്ളതാ, കല്യാണം കഴിച്ച് കൊടുക്കാനുള്ളത്. സസുറാൽ ഈ തെര അസ്ലി ഘർ ഹോത്ത ഹൈ, കെട്ടിച്ചു കൊടുക്കുന്ന വീട് തന്നെയാണ് നിന്റെ അസ്ലി ഘർ. സസുറാൽ എന്ന് പറയുമ്പോൾ കെട്ടിപ്പോകുന്ന വീടിനെ പറഞ്ഞു. ജैसे देख, पैदा तो मैं भी इसी घर में हुई थी, पर अब तेरे फूफा जी का घर ही मेरा घर है. कुछ समझी. അമ്മ പറയും, കണ്ടു ഞാനിവിടെയായിരുന്നു ജനിച്ച്, പക്ഷെ ഇപ്പോ ഫൂഫാജി എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛന്റെ ചേച്ചിയുടെ ഭർത്താവിനെ പറഞ്ഞു ഫൂഫ്. അപ്പൊ ബുവാജിയുടെ കെട്ടിയവനെ പറഞ്ഞു. അപ്പൊ പറയും, ഇപ്പൊ കണ്ടില്ലേ ആ വീടാണ് എന്റെ വീട്. നേരത്തെ ആങ്ങളെ പങ്ങളാന്ന് പറഞ്ഞാലും എന്നെ കെട്ടിച്ചെടുത്തു, അപ്പൊ എന്റെ വീട് അതാന്ന് പറയും. ഗുട്ട്ലി ഠുനക് സെ ബോലി मैं नहीं मानती और बाहर चली गई. എനിക്ക് ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, ഞാനിതൊന്നും സമ്മതിക്കില്ല എന്ന് അവൾ വെളിയിൽ പോയി. पीछे से बुआ की आवाज सुनाई दी, 14 की हो गई हो पर अकल नहीं आई छोरी को. അപ്പൊ പിന്നിന്ന് വിളിച്ചു പറയും, 14 വയസ്സായിട്ടും ഒരു ബോധം വന്നിട്ടില്ല. മാ ബോലി ബച്പന ഹേ ദീദി സമജ് ജായേഗി. അപ്പൊ അതിന്റെ അമ്മ പറഞ്ഞു, കുഞ്ഞെ കൊച്ച മനസ്സിലായിക്കോളും. माँ को बुआ का साथ देता देख गुटली गुस्से के साथ उदास भी हो गई थी. ഗുട്ട്ലിക്ക് ദേഷ്യം വരും അമ്മയുടെ മേത്ത്, കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുല്ലോ. और सीढ़ियों पर बैठ गई, അവിടെ ചോട്ടുപടി കയറി ഇരുന്നു. सोचती रही क्या यह घर उसका नहीं है. ആലോചിച്ചുകൊണ്ടിരുന്നത് അവളുടെ വീടല്ലേ. क्या इसके आम की कैरिया वह कभी नहीं खा पाएगी. ഇവിടുത്തെ മാവ് ഉണ്ടാവുമ്പോ കണ്ണിമാങ്ങ തിന്നാൻ പറ്റില്ലേ. ഉസ്കാ കുത്ത നാനു ഭി ഉസ്കാ നഹി, അവളുടെ പട്ടി നാനു അവളുടെ അല്ലേ. ബഗീച്ചെ മേ ഉസ്കി ബനായി ക്യാരിയ മछलिए के लिए तालाब क्या वे सभी उनके नहीं है. അപ്പോ ആടലുണ്ടാക്കിയ ചെടികളും പൂന്തോട്ടവും അതൊന്നും അവളുടെ അല്ലേ. इतने में माँ उसे ढूंढती वहां पर. ഇത്രയാവുമ്പോഴേക്കും അമ്മ അവളെ തപ്പി വന്നു. ഗുട്ട്ലി को उधर देखे गले लगाकर बोली, बेटा बुआ की बात का बुरा मत मानना. അപ്പോ ഗുട്ട്ലിനെ വിഷമത്തോടെ കാണുമ്പോ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബേട്ട നീ അമ്മായിയുടെ അല്ലെങ്കിൽ ബുവ എന്ന് പറയുമ്പോ അച്ഛന്റെ പെങ്ങള്, വർത്താനത്തെ എത്രയും ഒന്നും ആലോചിക്കണ്ട. जो कल होना है उसे लेकर आज क्यों परेशान. നാളെ സംഭവിക്കാവുന്ന കാര്യത്തിന് ഇപ്പോഴെന്തിനാ ടെൻഷൻ അടിക്കുന്നത്. ഏതിനും फिर लौट के नहीं आने वाले हैं, जी भर के जी लो. ഇതൊന്നും ഈ ദിവസം ഒന്നും തിരിച്ചു വരാൻ പോണില്ല. ഈ ചൈൽഡ്ഹുഡ് നമ്മുടെ വീടും. അപ്പൊ ഈ സന്തോഷത്തോടെ ജീവിക്കാൻ പറയും. ബാക്കി बातों से गुटली और भी हताश हो जाती है. लगा जैसे पैरों के नीचे से जमीन चलेगी. माँ की बातों से അമ്മയുടെ വർത്താനം കേട്ട് അവൾക്ക് കുറച്ചും കൂടി വിഷമായി. ऐसे लगा जमीन पैरों के नीचे से जमीन चलेगी. ഭൂമി എന്നെ ഇളകിയ പോലെ അവൾക്ക് തോന്നി. उसे याद आया
पिछले साल दीदी की शादी में सब कितने खुश थे आपको और मतलब चचेरे कल्याण എല്ലാവരും എന്ത് സന്തോഷമായിരുന്നു घर मेहमानों से भरा था सारे चचेरे मम्मेरे भाई बहन ആയി വരും വീട് നിറയെ ആൾക്കാരായിരുന്നു ചച്ചേരെ മമ്മേരെ എന്ന് പറയുമ്പോൾ അച്ഛന്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും അച്ഛന്റെ അനിയന്മാരെയൊക്കെ വരുന്ന ചച്ചേര മമ്മേര എന്ന് പറയും അമ്മയുടെ ആങ്ങളമാരൊക്കെ അപ്പൊ വീട് നിറയെ ആൾക്കാരുണ്ട് ചച്ചേരെ മമ്മേരെ ആൾക്കാരൊക്കെ വീട് നിറഞ്ഞ് കല്യാണത്തിന്റെ സന്തോഷമായിരുന്നു കുട്ടിലി भी कितनी खुश थी कोई रोक टोक भी नहीं बस फुल मस्ती थी കുട്ടിലേക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒരു സുഖം എല്ലാ സുഖമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ആരും ഒന്നും പറയില്ലായിരുന്നു फुल मस्ती थी इसी बीच शादी के कार्ड छपके आए गुटली बड़ी उत्सुक थी ഭയങ്കര സന്തോഷമായിരുന്നു ഈ കാർഡെല്ലാം ചേച്ചിയുടെ കല്യാണത്തെ കാർഡെല്ലാം വന്നു जैसे तैसे पूजा पाठ के बाद कार्ड हाथ में आया तो गुटली का मुंह उतर गया वह ताऊजी के पास जाकर बोली देखिए भैया मेरा नाम कार्ड में छपवाना भूल गए അപ്പം പറയും എന്റെ പേര് ഈ കാർഡിൽ അത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് താവുജിയോട് പോയി പറയും ताऊजी പറയുമ്പോ भूला नहीं है रे अपने घर की छोरियों के नाम कार्ड पर नहीं छपते അപ്പൊ പറയും വീട്ടിലെ പെൺപിള്ളേരുടെ പേര് കാർഡിനകത്ത് വരില്ലെന്ന് कुटली पर ताऊजी उसमें भैया के छोटे से बेटे का भी नाम है जो अभी बोल भी नहीं सकता तो मेरा അപ്പൊ പറയും ചേട്ടന്റെ കൊച്ചിന്റെ വരെ പേരുണ്ട് വർത്താനം പറയാൻ പറ്റാത്ത കൊച്ചിന്റെ ആൺകൊച്ചിന്റെ വരെ പേരുണ്ട് പക്ഷെ എന്റെ ഇല്ലല്ലോ എന്ന് പറയും तो क्या हुआ तेरा नाम तेरे अपने कार्ड में छपेगा यहाँ नहीं अब चल भाग അപ്പം പറയും നിന്റെ പേര് നിന്റെ കാർഡിൽ കാണും നീ ഇപ്പൊ ഇവിടുന്ന് പോവാൻ പറയും കുട്ടലി रोने लगी तो बुआ ने डांटा क्या शादी के घर में मनहूसियत फैलाएगी അപ്പൊ അവള് കരയാൻ തുടങ്ങിയപ്പോളെ ബുവ വഴക്ക് പറഞ്ഞു നീ എന്നിട്ടാ ഈ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന കല്യാണ വീട്ടിലാണോ കരഞ്ഞിട്ട് ഈ मनहूसियत फैलाइക്കുന്നത് ഒരു പൊട്ട എൻവയൺമെന്റ് ആക്കുന്നത് എന്തിനാണ് तभी माँ ने अपने हाथ से उसका नया कार्ड लिख दिया नाम कार्ड पे अपनी माँ ने अपने हाथ से उसके नाम में कार्ड दिया यह अक्षर छपाई जैसे नहीं थी फिर भी गुटली माँ के प्यार से मान गई അപ്പൊ അവന്റെ അമ്മ അവളുടെ പേര് എഴുതിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി कार्ड प्रिंटेड ഒന്നും അല്ലായിരുന്നു എന്നാൽ അവൾക്ക് സന്തോഷമായി पर अब तो हद हो गई और गुटली चुप रहने वालों में से ही नहीं थी वह अपनी दीदी के साथ बिताए मजेदार दिनों की याद करने लगी साथ साथ कहानियां पढ़ना അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ഓർക്കാൻ തുടങ്ങി ചേച്ചിയുടെ കൂടെ കൂടെ പാട്ട് പാടുക चित्रम वरिया मस्ती करना खूब हंसना औरका पर शादी के 3 दिन बाद जब दीदी घर आई तो एकदम बदल चुकी थी ना पहले जैसी मस्तीखोर ना बातों കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോ ചേച്ചി ആകെ മാറിപ്പോയായിരുന്നു ഇത്ര വർത്താനം പറയില്ല ഒന്നുമില്ല അപ്പൊ साड़ी पहन सिमट सिमटी रहने लगी अപ്പൊ साड़ी കൊടുത്തിട്ട് മിണ്ടാതിരിക്കാൻ തുടങ്ങി और तो और जिस भाई को वह नक्टू कहकर बुलाती थी उसे वह भैया कहने लगी थी അപ്പോ ചേട്ടനെ വരെ കളിയാക്കുന്നിടത്ത് അവള് ഭയ്യാന്ന് സാധാരണയായിട്ട് സിമ്പിൾ ആയിട്ട് बिहेव ചെയ്യാൻ തുടങ്ങി ഒരു മെച്യൂർ बिहेवियर ചെയ്യാൻ പറ്റും हालांकि शादी तो भैया की भी हुई थी पर वह अभी भी दोस्तों के साथ क्रिकेट खेलते हैं खाने में नखरे अब पहले से भी ज्यादा करने लगे हैं और वह अभी भी दीदी को ചൂഹിയ बुलाते हैं പക്ഷെ ചേട്ടനെ അത് ഒരു വ്യത്യാസമൊന്നും ചേട്ടൻ കല്യാണം കഴിച്ചു എന്നിട്ടും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ നടക്കുന്നുണ്ട് ചേച്ചീനെ ചുഹിയാന്ന് വിളിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് സബ് കുച്ച് കിतना ഉട്പട്ടാങ് എല്ലാം എന്തൊരു വ്യത്യസ്തമായ ഒരു ഇതാണ് ഉട്പട്ടാങ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞു മറിഞ്ഞൊക്കെയാണ് देर रात तक यही सोचते रही गुटली फिर कुछ सोई मुस्कुराई और सो गई फिर कुछ सोच के मुस्कुराई और सो गई रात्रि मुझे आलोചിച്ച് പിന്നെ इन्हें चिड़चोंड करना और पर सुबह गुटली उठी और समय से काफी पहले स्कूल के लिए तैयार हो गई पर रेडी आई स्कूल लेके रेडी आई और खिड़की से बगीचे को निहारने लगा तो ये जल्ले കൂടെ मिट्टी നോക്കാൻ തുടങ്ങി तभी पापा आए और बोले बेटा आज पौधे को पानी नहीं पिलाया क्या नकटू मतलब भैया से कहो यह सब उसी का है वही तो वही करे और वैसे भी मैं तो पराधन हूँ गुटली तपाक से बोलो अरे ചേട്ടനോട് പറയാ ബേട്ട ആത്മഹത്യ പാനി നീ എന്താ ഇതിനൊന്നും വെള്ളം കൊടുത്തില്ല ചോദിക്കുമ്പോ അവള് പറയും ഭയ്യോട് പറയാൻ കാരണം അവന്റെ അല്ലേ ഇതെല്ലാം ഞാനൊക്കെ ഒരു പരായധനല്ലോ ഞാനൊക്കെ ഇവിടുന്ന് പോകേണ്ടതാണല്ലോ പെട്ടെന്നോള് അങ്ങനെ പറഞ്ഞു തബ് ചോക്ക് സെ തായിജി की आवाज आई गुटली अपने താവുജി को ചായ ദയാ അപ്പൊ തന്നെ പെട്ടെന്ന് താവുജിയുടെ ഇത് വന്നു ചായ കൊണ്ടു കൊടുക്കാം താവുജിക്ക് ताईजी उलझी गुटली धीरे धीरे चौके की दहलीज तक गई और बोली देखिए ताईजी मैं पराई हूँ यही यानी मेहमान मुझसे काम करवाना कुछ अच्छी बात नहीं हम അവിടെ നിന്നിട്ട് പറയും ഞാൻ പരായിയാണല്ലോ ഞാൻ ഈ വീട്ടിലല്ലല്ലോ അപ്പൊ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അത്ര നല്ലതല്ല ഞാനൊരു ഗസ്റ്റ് പോലെയാണ് ഈ വീട്ടില് കാരണം കല്യാണം കഴിഞ്ഞ് പോകുന്നു പറഞ്ഞുല്ലോ ताईजी ने गुटली की तरफ देखा और कहा चाय देने चली गई അപ്പൊ ताईजी के ദേഷ്യം വന്നിട്ട് ताईजी തന്നെ चाय उड़कर भाई माँ गुटली को अभी टिफिन पैक करने को बोलने वाली थी पर यह सब सुनकर खुद ही करने लगी ഇതെല്ലാം കേട്ടപ്പോൾ അവളുടെ അമ്മ അവളോട് टिफिन पैक किया मजाओ एंड अम्मा ने पैक की तभी भैया आ गए गुटली अपने नानू को खाना नहीं दिया देखो भाई साहब आप कुल दीपक हो यह घर
या बगीचा, यह नानू सब आपका ही है, तो बेहतर होगा आप ही इन सभी को देखभाल करें अब, और वैसे भी मैं तो पराई है माना तो മുമ്പ് ഇവിടെ ഉൾട്ടാ ചേട്ടൻ വന്നിട്ട് പറയും നീ എന്താ ചോറ് കൊടുക്കാഞ്ഞെന്ന് പറയുമ്പോൾ അവള് പറയും देखो भैया ये नानू ഈ ബഗീച്ചയും ഇതെല്ലാം നിങ്ങളുടെ തന്നെയാണ്, അപ്പോൾ तो बेहतर होगा कि आप ही सबकी, അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാവരെയും നോക്കുന്നതായിരിക്കും, കെയർ देखभाल എന്ന് പറയുമ്പോൾ കെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു പരായ അമാനത്താണ്. सब मुंह बाएं गुटली को देखते रहे और गुटली टिफिन बैग उठाकर स्कूल के लिए, എല്ലാവരും വായം പൊളിച്ച് കുട്ടിലി നോക്കിയിരുന്നു അവളുടെ ഈ വർത്താനം കേട്ടിട്ട്. അവള് ബാഗിനകത്ത് ബാഗും ടിഫിനും എടുത്തിട്ട് അവള് സ്കൂളിൽ പോയി. അപ്പോൾ ഇതൊരു രസകരമായ ഒരു കവിതയായിരുന്നു, കഹാനിയായിരുന്നു. കണ്ടു, ബാഗിനകത്ത് ടിഫിനും ബാഗും കൊണ്ടവള് സ്കൂളിൽ പോയി. ഇതിന് വർത്താനം മുന്നിട്ട് എല്ലാം പറയാതെന്നാന്ന് പറയുമ്പോൾ പിന്നെ പണിയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ അവളുടെ അങ്ങനെ മനസ്സിൽ വന്നു, ഇത് पढ़ने का है, अरे बेवकूफ या घर तो पराया है, बाकी लड़कियों की तरह तू भी किसी और की मैं अमानत है, ससुराल की तेरी असली घर होती है, जैसा देख पैदा तो मैं यहाँ पे हुई हूँ, पर अब तेरे फूफा जी का घर ही मेरा घर है, भूला नहीं है रे, अपने घर की छोरियों के नाम कार्ड पर नहीं छपते. ये वाक्य किसकी ओर इशारा करते हैं, इस पर आपकी राय लिखिएगा. तो നിങ്ങളുടെ എന്താണ് ഇത് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എഴുതാനാണ് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു കാണുന്ന. ഓൾമോസ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററാണ്, ഗുട്ട്ലി തോ പരായി ഹെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്, വ്യൂ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലും എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ഏത് ക്ലാസ്സിൽ എന്ത് വേണമെന്ന്. എവിടെ കമൻറ്റ് ചെയ്താലും ഞാനത് അടുത്ത ക്ലാസ്സിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.